എത്ര റുപ്യക്ക് വണ്ടി ഇറക്കാം? സീറോയിൽ ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഇത് നമുക്ക് സീറോയിൽ ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ. അതുകൊണ്ട് നമുക്ക് ന്യൂ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് 800 ആണ്. അത് കെൽട്ടൺ രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് ഇതാണോ 1 രൂപ പോലും മുടക്കേണ്ട, ഫുൾ ഓണിലും ഉണ്ടോ. എത്ര റുപ്യ വണ്ടി ഇറക്കാം? സീറോയിൽ ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റ്. ചിലപ്പോൾ 50,000 രൂപ പെരുന്നാൾ പൈസയും കൊടുക്കാൻ അങ്ങോട്ട്. അപ്പൊ ക്യാഷ് ബാക്കിൽ 50,000 രൂപ വരെ കൊണ്ടാൻ പറ്റുന്ന ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് 2018 ഫുൾ ഓണിൽ കൊടുക്കാം. ഇതും ഫുൾ ഓണില് ഓട്ടോമാറ്റിക് വണ്ടിയിൽ 60,000 രൂപ ഫൈനൽ. 60,000 ഫൈനല് പക്ക. അന്വേഷിച്ചിട്ട് വന്നാൽ മതിട്ടോ. ഈ പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ എടുത്തോളി, ധൈര്യമായിട്ട് പോകുന്നത്. എ സി ഉള്ള വണ്ടിയിൽ ഒരു 50,000 രൂപ ഇറക്കാം. 50,000 രൂപ നമുക്ക് ഇറക്കാട്ടോ. ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു എത്തിയോസ് GDSP ഒരു 10 രൂപ ഇറക്കാം. 10 രൂപ ഇറക്കാം. ഡീസൽ വണ്ടി, അത് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയിലാണ്. 20,000 റുപ്യക്ക് ബലേന CVT ഓട്ടോമാറ്റിക്. ഫ്രണ്ട്സ്, പെരുന്നാൾ വന്നു. പെരുന്നാൾ തവണ കുറഞ്ഞ ദിവസം മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ. സോ ഒരു കാർ നിങ്ങൾക്ക് വേണോ? അത് നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സങ്കടമില്ല. നമുക്ക് ക്യാഷ് ബാക്കിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികൾ നമ്മുടെ ബിറ്റോയിലുണ്ട്. അതുപോലെ 50,000 രൂപ ക്യാഷ് ബാക്ക്. ഇനി തവണ നിങ്ങൾക്ക് 1 രൂപ പോലും ഇല്ലെങ്കിലും നമുക്ക് ഇറക്കാൻ പറ്റുന്ന ചെറു വാഹനങ്ങളും സ്വിഫ്റ്റുകളൊക്കെ നല്ലൊരു അടിപൊളി യാർഡാണ്. ഏകദേശം 19ഓളം വാഹനങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏകദേശം ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ, അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പാർട്ടിൽ ഇന്നോവകൾ തവണ ഓൾട്ടോന്റെ പ്രൈസിന് ഇന്നോവ വെറും 60,000 രൂപക്ക് ഓൾട്ടോ. അങ്ങനെ നമുക്ക് അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു കിടിലം പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പെരുന്നാൾ വണ്ടി ഇല്ലാന്നുള്ള സങ്കടം വേണ്ട. അപ്പൊ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ബിഗ്ടോയിലാണ്. നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്കാണ്. അഫ്സൽക്ക, ബിഗ്ടോയിന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചേരാം? ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് മലപ്പുറം മഞ്ചാർ റൂട്ടില് പാണായി സൗദിപ്പടി. എങ്ങനെയായിരുന്നു അഫ്സൽക്ക, നമ്മൾ ഇത്തവണ പെരുന്നാളിന് വേണ്ടിയിട്ട് കിടിൽ ഓഫറാണെന്ന് പറഞ്ഞു? ഓഫറിന്റെ മരങ്ങളാണ് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓൾട്ടോന്റെ പ്രൈസിന് ഇന്നോവ ഉണ്ട്. ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലും നമുക്ക് കിയന്റെ സോണറ്റുകൾ ഉണ്ട്. സ്വിഫ്റ്റുകൾ ഫുൾ ഓണില്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അങ്ങനെ കിടക്കാച്ചി കളക്ഷൻ അല്ല. അപ്പൊ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിന് ആദ്യം തുടങ്ങാലോ. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നൊരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ വെറുതെ വാട്സപ്പ് ഹായ് വിട്ടേക്കും. അതിന് പകരം നിങ്ങൾ ഏത് വണ്ടിയാണ് എൻക്വയറി ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വോയിസ് ഇട്ടാല് നമുക്ക് കൃത്യമായിട്ട് ഇവർക്ക് മറുപടി കൊടുക്കാനും കഴിയും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ മെസ്സേജ് ഇടുന്നതിന് പകരം ഏത് വണ്ടിയാണ് നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. ആ നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അപ്പൊ അതിന്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിലും ഡീറ്റെയിൽസ് ഉണ്ടാവും. കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാൻ 2 കൂട്ടർക്കും സൗകര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ബഡ്ജറ്റ് പ്രൈസിലെ ഓൾട്ടോ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് അയിമ തുടങ്ങാം. ചെറിയ പൈസക്കുള്ള ഒരു ഓൾട്ടോ, അത് KL 60, KL 75, 76 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങള്? മോഡല് 2007. പുതിയ പേപ്പർ കാര്യങ്ങൾ, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല, LX വണ്ടിയാണ്. അത് നമുക്ക് ബഡ്ജറ്റ് പ്രൈസിന് 27 പേപ്പർ കാര്യങ്ങള്. ഇതിലൊക്കെ നോക്കി നിങ്ങള് അല്ല കിടില വണ്ടി. ഇവിടെ 800 എന്തിനാ വെറുതെ എടുക്കണത്? 800 വില കുറച്ചിട്ടാണ് നമ്മൾ ഓൾട്ടോ കൊടുക്കണത് അല്ലേ? എത്ര രൂപയാണ് അഫ്സൽക്ക അതിന്? ഫിക്സ്ഡ് റേറ്റ് ഫൈനൽ റേറ്റ്. ഇനി അതിലൊരു ബാർഗൈനിങ് ഇല്ല. 60,000 രൂപ ഫൈനല്. 60,000 ഫൈനല് പക്ക. അന്വേഷിച്ചിട്ട് വന്നാൽ മതിട്ടോ. ഈ പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ എടുത്തോളി, ധൈര്യമായിട്ട് പോകുന്നത്. AC ഉള്ള വണ്ടിയിലാണ്. പ്രത്യേകത നിങ്ങള് പോളോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണോ അതിലാറെ കുറഞ്ഞ വിലയില് അതിലാറെ സ്പേസും പെർഫോമൻസും സെയിം എഞ്ചിനും നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഫോക്സ്വാഗന്റെ സെഡാൻ ടൈപ്പ് അമിയോ അല്ലെ? ഡീസൽ അല്ല വണ്ടി. ഡീസൽ. മൈലേജ് എത്ര കിട്ടും ഇതിന്? ഒരു 18 കൺഫേം. നല്ല ബോഡി വെയിറ്റ്, നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2016 സെക്കൻഡ് ഓണർ. 2016 സെക്കൻഡ് ഓണർ വണ്ടി. 98,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. അവൈലബിൾ ആണ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇന്ത്യൻ സൈഡ് നോക്കി നിങ്ങള് റിയറിൽ AC വെന്റ് കാര്യങ്ങള്, അതേപോലെ പാർസൽ ട്രേ, റൂഫൊക്കെ നല്ല നീറ്റ്. ഇതാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള്, A to Z 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങള്, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന വണ്ടിയില്ല. എത്ര അഫ്സൽക്ക നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,80,000 രൂപ കൊടുക്കാം. 380 ഓഫർ പ്രൈസ് ആണ്. അമിയോന്റെ നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കാം. മോഡൽ പറഞ്ഞത് 2016 ഡീസൽ വണ്ടി നമുക്ക് 380 ബെസ്റ്റ് പ്രൈസ് ആണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി ധൈര്യമായിട്ട്. എത്ര രൂപ വണ്ടി ഇറക്കാം? സീറോ ഡൗൺ പേയ്മെന്റ്. 50,000 രൂപ പെരുന്നാൾ പൈസയും കൊടുക്കാൻ അങ്ങോട്ട്. അപ്പൊ ക്യാഷ് ബാക്കിൽ 50,000 രൂപ വരെ കൊണ്ടാൻ പറ്റുന്ന ഡീസൽ വണ്ടി കേട്ടോ. അടുത്ത തവണ നമുക്കൊരു ഇഷ്ടംപോലെ സ്വിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് റിഡ്സ് ഡീസൽ. പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്, നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയിലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2012 വണ്ടിയിലാണ്. ഓൺഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 140. മേൽ സർവീസ് കഴിഞ്ഞല്ലേ? അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്.
പിന്നെ നമുക്ക് വർക്കൊന്നും ചെയ്യിക്കാനില്ലല്ലോ. ഇത് ഇന്നലെ എടുത്തിട്ടുള്ള ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. അതെ. പക്ഷെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക്. ഇനി വരുന്ന ആ സമയം നമുക്ക് ഡീസൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. മൈലേജ് ഒരു 18 ഒക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ എത്രയാണ് അഫ്സൽക്ക നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 2,75,000. 2,75,000 2012 ന്യൂ മോഡൽ വീഡിയോ വണ്ടി. നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഒരു 50,000 രൂപ നമുക്ക് ഇറക്കാം കേട്ടോ. അടുത്താണ് ഞാൻ ഒരു സെഡാന് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടി. 58 തലശ്ശേരി രജിസ്ട്രേഷന്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്, ഡീസൽ ആണ്. മൈലേജ് നമുക്ക് ഈ പറഞ്ഞ പോലെ 18 ഒക്കെ പ്രതീക്ഷിക്കാം. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള്. ഇങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ. ഇത് 2012 13 രജിസ്റ്റർ, 12 മോഡൽ 13 രജിസ്റ്റർ. അത് ആ 12 ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത വണ്ടിയില്ല എന്നാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 95,000 കറക്റ്റ് A to Z ഷോറൂം സർവീസ് കേട്ടോ. പക്കാ വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. എത്ര നമ്മൾ ചോദിക്കുന്നത്? 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപക്ക് 2012 13 രജിസ്റ്റർ വീഡിയോ വണ്ടി നമുക്ക് 3.5 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ? ഫുൾ ഓൺ കൊടുക്കാം. 50,000 രൂപ കൊടുക്കണം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. അടുത്ത നമ്മൾ ഒരു കിഡ്കാച്ചി നെക്സ ബ്ലൂവിൽ വരുന്ന ബലേനോ 2018 ഓട്ടോമാറ്റിക് കിട്ടാം. ഓട്ടോമാറ്റിക് 2018 പ്രത്യേകത എന്ന് പറഞ്ഞാൽ CVT ഓട്ടോമാറ്റിക് ആയിരിക്കും. അതായത് മാരുതിയിൽ കുറച്ച് എഡിഷൻ മാത്രമാണ് CVT, ബാക്കിയൊക്കെ AMT ആണ് വന്നിട്ടുള്ളത്. CVT എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ടാണ്. ഇല്ലോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരും. അപ്പൊ വണ്ടി കയറ്റുന്ന ബാക്കോട്ട് ഇറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് അലോയ്സ് എല്ലാം വരുന്നുണ്ട്. അതിനടുത്ത് മോഡല് കാര്യങ്ങളൊക്കെ 18 കിലോമീറ്റർ 48,000. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത്യാവശ്യം മൈലേജും കിട്ടൂല, പെർഫോമൻസും ഉണ്ടാവും. CVT ആണ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6.70 കൊടുക്കാം. 6.70 ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി? 20,000 രൂപയ്ക്ക് ബലേനോ CVT ഓട്ടോമാറ്റിക്. അടുത്താണ് എത്തിയോസ് സെഡാൻ 2012 ഒറിജിനൽ കേരള. 2012 ഒറിജിനൽ കേരള വണ്ടി, കൊടുവള്ളി രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.37. മേ സർവീസ് കഴിഞ്ഞല്ലേ? നമ്മുടെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാം പക്കയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലാതെ സെക്കൻഡ് ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് 3.80 കൊടുക്കാം. 3.80 ഒറിജിനൽ കേരള എത്തിയോസ് കേട്ടോ. GD ആണത്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, LCD സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അടിപൊളി വണ്ടിയാണ്. മെയിൻ്റെനൻസ് ഒക്കെ തീരെ ഇല്ലാന്നുണ്ട്. അത്യാവശ്യമൊക്കെ വേറെ. അതിന് മുമ്പ് നമുക്കൊരു കിടക്കാച്ചി വണ്ടി അല്ലേ? നല്ല പെർഫോമൻസ്, നല്ല സ്പേഷ്യസ് ആയ വണ്ടിയാണ്. ഫാൻസി നമ്പർ എല്ലാം ഉണ്ട്. ഫിഗോ. നമുക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നതല്ലേ? 2016 പെട്രോൾ. ഇതാണ് കുറച്ചുകൂടി നമുക്ക് ആ ഒരു ലാസ്റ്റ് സീരീസ് ആണെങ്കിലും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങള്? മോഡല് 2016. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.2 അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ടൈറ്റാനിയം ആണ് അല്ലേ? ടോപ്പ് എൻഡ് ആണ് അല്ലേ? നമുക്ക് എത്ര ഇതിന് ചോദിക്കണേ? ഇത് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപ? 26,000 രൂപ. ചെറിയ പൈസക്ക് ഇറക്കാം. ടോപ്പ് എൻഡ് വണ്ടി, അതും ലോ കിലോമീറ്റർ വണ്ടി, ലോ മെയിൻ്റനൻസ്, നല്ല പെർഫോമൻസ്, നല്ല ബോഡി വെയിറ്റ്. അതുകൊണ്ട് വീണ്ടും ആ പ്ലാറ്റിനം ടൈപ്പ് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള എത്തിയോസ്. തൊട്ട് മുമ്പ് നമ്മൾ ഒറിജിനൽ കേരള വണ്ടി പരിചയപ്പെട്ടു. ഇത് ഒറിജിനൽ കേരള ഫാൻസി നമ്പർ, തൃശ്ശൂർ രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 GDSP എയർ ബാഗ് 78,000 കിലോമീറ്റർ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ, കിഡ്കാച്ച് ഇന്റീരിയർ ആണ്. ഫുള്ള് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്. നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇതിന് 6.40 അല്ലേ? ചെറിയൊരു പൈസക്കാണ് കൊണ്ടുപോകാം. നമുക്ക് ഏകദേശം എത്ര രൂപ? 20,000 രൂപ. ചെറിയ പൈസക്ക് എത്തിയോസ്. സാധാരണ എത്തിയോസിനൊന്നും നമുക്ക് ഇങ്ങനെ ഓഫർ ഇട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ ചെറിയ പൈസക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു എത്തിയോസ് GDSP. അടുത്തതാണ് നമുക്ക് ഒരു വീണ്ടും ഒരു ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീസൽ എന്ന് പറഞ്ഞാൽ 24 മൈലേജ് കൺഫേം ആണ് ലോങ്ങിലൊക്കെ. അതും കുറഞ്ഞ മെയിൻ്റെനൻസും ആണ് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 ടൈപ്പ് 3 വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് 140 ഓട്ടം. 140 ഓട്ടം അല്ലേ? എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്കൊരു 6.20 കൊടുക്കാം. 6.20 അല്ലേ?
ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എന്തുമില്ല. ഒന്നുമില്ല. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഒരു 10 രൂപ ഇറക്കാം. 10 രൂപ ഇറക്കാം. ഡീസൽ വണ്ടി, അത് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. ഒരു ഓൾട്ടോ 800 വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2018. കിലോമീറ്റർ കാര്യങ്ങള് 44,000 കിലോമീറ്റർ. ഓക്കെ. ഒരു 18-20 മൈലേജ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? ഇതിന് നമുക്കൊരു 2.85 കൊടുക്കാം. 2.85 കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി ഞങ്ങള് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റ് ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 0 ഇറക്കാം. 0 ഡൗൺ പേയ്മെന്റ്. അതുകൊണ്ട് നമുക്ക് ന്യൂ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള 800 ആണ്. അത് കെൽട്ടൺ രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് ഇതാണോ 1 രൂപ പോലും മുടക്കേണ്ട, ഫുൾ ഓണിലും ഉണ്ടാവല്ല. അതുകൊണ്ട് ഒരു കിഡിക്കാച്ചി ഇയോണ്, നല്ല പൊളി കളറാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 സ്പോർട്സ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ്. അതെ. ഇത് നമുക്ക് 1.70 കൊടുക്കാം. 1.70 ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ അല്ലേ? ഇയോണ് അല്ല, അതും 0 ഡൗൺ പേയ്മെന്റ്. അതുകൊണ്ട് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള നമ്മള് വാഗ്നർ 2018 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി, VXI ഫുൾ ലോഡ് വണ്ടി. അതാണ് നമുക്ക് വാഗ്നർ കാരണം ലോ മെയിൻ്റെനൻസും ആണ്, നല്ല മൈലേജും കിട്ടൂല. ഇത് ഓട്ടോക്ക് എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഓട്ടം 42,000 കിലോ. 42,000. എത്ര ചോദിക്കണേ? ഇത് 4 ലക്ഷം രൂപ കൊടുക്കണം നമുക്ക്. 4 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് 2018 ഫുൾ ഓണിൽ കൊടുക്കാം. ഇതും ഫുൾ ഓണില് ഓട്ടോമാറ്റിക് വണ്ടിയില്ല. കൊണ്ട് ഓട്ട ആളുകളില്ല. അടുത്താണ് ഒരു LXI വാഗ്നർ 2011. നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപക്ക് വാഗ്നർ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 35-40 രൂപ വണ്ടി ഇറക്കാം. അതുകൊണ്ട് ഒരു മൈക്ര പൾസ് ആണ്. പൾസ് 2013 പൾസ് ഡീസൽ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോന്റെ മാതിരി തന്നെ ഒരു 24 വരെയൊക്കെ ലോങ്ങിൽ മൈലേജ് പ്രതീക്ഷിക്കാം. നല്ല പെർഫോമൻസും ഉണ്ടാവില്ല. നമുക്ക് എത്ര ചോദ്യം എന്ന് പറഞ്ഞാൽ? ഇത് നമുക്കൊരു 2.65 കൊടുക്കാം. 2.65. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഒരു 30-35 30-35. വീണ്ടും ഒരു ഇയോ ആണ് അല്ലെ? 2013 ഇറ പ്ലസ്. AC പോസ്റ്ററിംഗ് 2 ഡോർ പവർ വിൻഡോ. ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമുക്കൊരു 1.65 കൊടുക്കാം. 1.65 ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? 0 ഇറക്കാം നമുക്ക്. 0 ഡൗൺ പേയ്മെന്റ്. ചെറുവണ്ടികളൊക്കെ അതാണ് നിങ്ങൾക്ക് 1 രൂപ പോലും വേണ്ട, 0 ഡൗൺ പേയ്മെന്റിലാണ് ഇയോണ്. കണ്ടില്ല നിങ്ങള്? നല്ല കിഡിക്കാച്ചി ഇയോണ്. 1 രൂപ പോലും വേണ്ട, 0 ഡൗൺ പേയ്മെന്റിലും ഉണ്ടാവും. അതാണ് ഓൾട്ടോ കേട്ടൺ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2011 VXI. 2018 ഫുൾ ലോഡ് വണ്ടിയിൽ 11 VXI. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ്. മൈലേജ് ഒരു 17 ഒക്കെ പ്രതീക്ഷിക്കാം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.40 കൊടുക്കാം. 1.40. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 10 ഉറുപ്പിക ഇറക്കാം. അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ? അവിടെ അടുത്തൊരു BS6 ഓൾട്ടോ 800. ഓൾട്ടോ എന്ന് പറയാം, അന്ന് 800 ഒഴിവാക്കിക്കണു. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 ABS ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. ABS എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 63. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. എത്ര നമ്മളെ ചോദ്യം നമുക്കൊരു 2.75 കൊടുക്കാം. 2.75 അല്ലേ? ഇതിന് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 18 പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 0 ഇറക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അടുത്താണ് ഒരു ബ്രിയോ ഹോണ്ടന്റെ അല്ല? എങ്ങനെയായിരുന്നു മോഡല്? 2012 സിംഗിൾ ഓണർ കേട്ടോ. കിലോമീറ്റർ ഓടി. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2.85 കൊടുക്കാം. 2.85 ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 10 ഉറുപ്പിക സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. മൈലേജ് നോക്കുന്നവർക്ക് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് സണ്ണി നിസാന്റെ. കാരണം നമുക്കൊരു ലോങ്ങിൽ ഒരു 22 ഒക്കെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ലോ മെയിൻ്റെനൻസും ആണ് വണ്ടി. നല്ല സ്പേസും ആണ്. ഒറിജിനൽ കേരള അല്ല വണ്ടി? ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡല് 13 രജിസ്റ്റർ. 12 മോഡല് 13 രജിസ്റ്റർ. ഇതിനൊക്കെ നോക്കി നിങ്ങള് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പോസ്റ്ററിംഗ് 4 ഡോർ പവർ വിൻഡോ. ബാക്കിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് കുഴപ്പനായിട്ട് പോകാം അല്ലെ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 88,000. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കണത്? നമുക്ക് 2.70 കൊടുക്കാം. 2.70. ചെറിയൊരു പൈസ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല. നമുക്ക് ലോൺ എത്ര വരെ? 2.25 ചെറിയ പൈസ വണ്ടി ഉണ്ടാവും അല്ല? ഇന്നോവയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2009 മോഡല് 10 രജിസ്റ്റർ. 2009 മോഡല് 10 രജിസ്റ്റർ. ഇത് റീവണ്ടിയാണ്. നല്ല കിഡ്ല വണ്ടിയില്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? എഞ്ചിന് മെക്കാനിക്കലേക്ക് ഗ്യാരണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 5.25 കൊടുക്കാം. 5.25. അതേപോലെ തന്നെ വീണ്ടും ഒരു ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു മോഡല്? അത് 2010 VA. ഫുൾ ലോഡ് അന്നത്തെ. എഞ്ചിന് മെക്കാനിക്കലേക്ക് പക്ക. 25 വരെ പേപ്പർ കാര്യങ്ങൾ. എത്രയാണ് ചോദിക്കണേ? ഇത് നമുക്ക് 4.90 കൊടുക്കാം. 4.90 അല്ലേ? അതാണ് വീണ്ടും നമുക്ക് ഒരു ഇന്നോവ ടൈപ്പ് 4 വരുന്ന വണ്ടിയില്ല, വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2010 വണ്ടി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത ഒരു വാഹനം അല്ലെ?
എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2 സംതിങ് ഓടിയിട്ടുണ്ട്. 2 സംതിങ്. എഞ്ചിൻ മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ? ഗ്യാരണ്ടി ടയോട്ടന്റെ ഷോറൂം പോയിട്ട് എടുത്താൽ മതി. അത്രയും നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടിയില്ല. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് 2010 G4 അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക വണ്ടിയില്ല. 100% ഗ്യാരണ്ടി കൊടുക്കാം. 100% ഗ്യാരണ്ടി. നമുക്ക് അടിപൊളി വണ്ടിയില്ല. എത്ര നമുക്ക് അഫ്സൽ അതിന് ചോദിക്കണേ? ഇത് നമുക്കൊരു 485 ഫൈനൽ കൊടുക്കാം. 485 ഫൈനൽ. 485 പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയാണ്. 2010 മോഡല്. 485 ഫൈനൽ റേറ്റ് ഇല്ല. അപ്പൊ നമ്മളൊരു ബഡ്ജറ്റ് പ്രൈസിന് ഇന്നോവകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട്. സോ അതാണ് ഇനിയും നമുക്ക് ആൾട്ടോന്റെ പ്രൈസിനൊക്കെ ഒരു ഇന്നോവ വരുന്നുണ്ട്. ഇന്നോവ ഇതെങ്ങനെയായിരുന്നു അഫ്സൽക്ക മോഡല് കാര്യങ്ങളൊക്കെ? 2005 കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതുകൊണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2 സംതിങ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? 2005 മോഡല്. അപ്പൊ 27 ടാക്സി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഒറിജിനൽ കേരള. അൾട്ടോന്റെ കായ്ക്ക് ഇന്നോവ പറഞ്ഞില്ല. അൾട്ടോന്റെ കായ്ക്ക് ഇന്നോവ. ഏതാണ് കൺട്രോൾ കിടികാജ് ഇന്നോവ? നമ്മുടെ ഓൾട്ടോന്റെ പ്രൈസ് എത്ര രൂപയാണ് അഫ്സൽ? 280. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഇന്നോവ. അത് ഒറിജിനൽ കേരള വണ്ടി. മൂന്നാമത്തെ ഓണർഷിപ്പ് ഓടിയും കിട്ടില്ല. വേഗം പോരിങ്ങളല്ലേ? അപ്പൊ അതാണ് നമുക്കിന്ന് ബഡ്ജറ്റ് പ്രൈസിൽ ഓൾട്ടോന്റെ പ്രൈസിനൊക്കെയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. സോ പെരുന്നാളിന് വണ്ടി ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. ഫുൾ ഓൺ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഫസ്റ്റ് പാർട്ടിയിൽ നമുക്ക് നല്ല കിഡിലൻ SUV-കളും ക്യാഷ് ബാക്കിലൊക്കെ വാഹനങ്ങളായിരുന്നു. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൊണ്ടിട്ടുണ്ടാവും. വിക്ടോറിയയിലായിരുന്നു ലൊക്കേറ്റ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് നിന്നും മഞ്ചേരി റൂട്ടിലെ നയാര പമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് പാണായി സൗദിപ്പടയിൽ. അതേപോലെ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പാണായി അങ്ങാടി കഴിഞ്ഞ് നയാര പമ്പ് കഴിഞ്ഞ് ലെഫ്റ്റില് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ നമ്മളെ വിക്ടോറി കാണാം. നമ്പറൊക്കെ ഉണ്ട്. ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് സേവ് ചെയ്ത് നിങ്ങളൊന്ന് മിസ് അടിച്ചാൽ മതി. നിങ്ങളെ കാര്യങ്ങൾ പറയാം, വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഫുള്ള് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതാവണം നല്ല ചെറിയ ഡൗൺ പേയ്മെന്റ്, നല്ല ലോ കിലോമീറ്റർ ഓടിയ അടിപൊളി വാഹനങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോയി ഈ വലിയൊരുനാളിന് വണ്ടി ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വേണ്ടി കാണാം. റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്.